ജീവിതത്തിൽ ഒരുപാട് ഇൻവിറ്റേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് സംതിങ് സ്പെഷ്യലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? ഞാൻ പഠിച്ച സ്കൂളിൽ +1 +2 പഠിച്ച സ്കൂളിൽ ഡോക്ടർ CTP മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. അവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അയച്ച കാർഡാണ് അത് കേട്ടോ. വാട്സപ്പ് ത്രൂ ഞങ്ങൾക്ക് അയച്ചു തന്നൊരു ഇൻവിറ്റേഷൻ കാർഡാണ്. ഞങ്ങൾ 18 പേരടങ്ങുന്ന ഒരു ടീമിനാണ് കേട്ടോ ഈ ഒരു കാർഡ് അയച്ചു തന്നത്. അതിൽ 4 പേര് നാട്ടിലില്ല, അവർ അബ്രോഡാണ്. നമ്മൾ കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതി ഗ്രാൻഡായിട്ടുള്ള ഒരു അലൂമിനി മീറ്റ് നടത്തി. നമ്മുടെ സ്കൂൾ 25 വർഷം കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടൊരു അലൂമിനി അസോസിയേഷൻ രൂപപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു അലൂമിനി മീറ്റൊക്കെ നമ്മൾ നടത്തുകയും ചെയ്തു. അപ്പം അത് നല്ല രീതിയിൽ നടന്നു. നിങ്ങൾ ടീച്ചേഴ്സൊക്കെ സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീര് വരെ അവരുടെ കണ്ണിൽ നിന്ന് വന്നു. അത്രയ്ക്ക് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു അവരുടെ ലൈഫിൽ മാത്രമല്ല ഞങ്ങളുടെ ലൈഫിൽ. അപ്പം അതിൻ്റെ സന്തോഷം ഞങ്ങളുടെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചേക്കാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് സ്കൂളിലേക്ക്, അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വിധിച്ചേട്ടൻ. എക്സ്-ആർമിയാണ് പുള്ളി. നമ്മുടെ എന്താ പറയുക, ഈ അലൂമിനി അസോസിയേഷൻ്റെ ഒരു നല്ലൊരു ഭാഗമാണ്. അപ്പം നീ ഓരോരുത്തർ വരുന്നവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ ഈ 18 പേരിൽ 14 പേര് ഇവിടെ ഉണ്ട്, 4 പേര് പുറത്താണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോരുത്തരെ ആയിട്ട് കാണാം. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വിനീഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. നമ്മുടെ വിധുചേട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഒരു കാര്യം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, നമ്മൾ ഈ 18 പേരും ആരും തന്നെ ഒന്നോ രണ്ടോ പേര് വെച്ച് ബാക്കി എല്ലാവരും സെപ്പറേറ്റ് ഇയറുകളിൽ പഠിച്ചവർ. അതായത് 2000 മുതൽ 2025 വരെയുള്ള ബാച്ചുകളിലായിട്ട് പഠിച്ചവരാണ് ഈ 18 പേരും. അതായത് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ ഈ ഒരു അസോസിയേഷന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും സ്കൂളിന് വേണ്ടിയിട്ടും നമ്മുടെ വളർന്നു വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസോസിയേഷൻ രൂപീകരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജെമി ടീച്ചർ. ഇത് അമൃത ചേച്ചിയാണ് കേട്ടോ. കൂടെ ഉള്ളത് ജെമി ടീച്ചറാണ്. ജെമി ടീച്ചർ നമ്മുടെ വൈബ് ടീച്ചറാണ്. നിങ്ങൾ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ട്രസ്റ്റി വന്നിട്ടുണ്ടായിരുന്നു, പിങ്ക് ഉടുപ്പിട്ട് ബൈക്കിൽ വന്നത്. പിന്നെ വരുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറിയാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ടൈം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസിഡൻറ്റ്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങുന്നത് നമ്മുടെ സെക്രട്ടറിയാണ് കേട്ടോ. ഇവരാണ് നമ്മുടെ അലൂമിനി അസോസിയേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്താ പറയുന്നത് ഓടി നടന്ന് ചെയ്യുന്ന 2 പേരാണ്. ഇവർ മാത്രമല്ല, നമുക്ക് കുറേ ചേട്ടന്മാരുണ്ട് കേട്ടോ ഇങ്ങനെ അസോസിയേഷൻ പരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെല്ലാം കൂടെ ആണ്. അപ്പോൾ അവർ 2 പേരും കൂടെ വന്നു. അതിനുശേഷം ഇതാണ് കോശി സാറ്, ഇംഗ്ലീഷ് സാറാണ് കേട്ടോ. ഞങ്ങളുടെ ഫുഡൊക്കെ വന്നിട്ടുള്ള അതിന് വേണ്ടി സാർ റിസീവ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മോളത്തെ നിലയിൽ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം. ചെറിയൊരു പ്രോഗ്രാമാണ്, എന്നാലും നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രോഗ്രാമാണ്. നമുക്ക് ടീച്ചേഴ്സ് തരുന്ന ഒരു അംഗീകാരമല്ലേ, അപ്പോൾ അത്രയ്ക്ക് സന്തോഷമുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചും കളിച്ച് ഇങ്ങോട്ട് മാറുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഓരോരുത്തരെ പറ്റി, ഇതാണ് അമൃത ചേച്ചി. ഈ പച്ച ഉടുപ്പിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ചെറിയ ആൾ ഹാഷ്ന. ഇത് രാധിക ചേച്ചി, ഒരു എഴുത്തുകാരിയാണ്. വിധുചേട്ടനെയും വിനീഷ് ചേട്ടനെയും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. അപ്പം ഇനി നമ്മുടെ അവസാന വണ്ടി വന്നിട്ടുണ്ട്, നമ്മുടെ രഞ്ജിത്തേട്ടൻ. അപ്പം അങ്ങനെ കുറേ ചേട്ടന്മാരുണ്ട്. ആകെ ഞങ്ങൾ 4 പെൺകുട്ടികൾ മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ, ഞാനുൾപ്പെടെ. അതിലൊരാൾ പുറത്താണ്, ബാക്കി 3 പേരും ഉണ്ട്. ഈ വരുന്നതൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. അവിടെ ഇരിക്കുന്നത് ഒന്ന് നമ്മുടെ ഓഫീസ് സ്റ്റാഫ്, ഒന്ന് നമ്മുടെ റിട്ടയർഡ് ആയിപ്പോയ ലാബ് അസിസ്റ്റൻറ്റ് ബിജാനുമാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടെ ടീച്ചേഴ്സ്. ഇതൊക്കെ ഇപ്പം ജോയിൻ ചെയ്ത ടീച്ചേഴ്സാണ്. അതിന് പുറകിൽ വരുന്നതൊക്കെ നമ്മുടെ സീനിയർ ടീച്ചേഴ്സ്. ഇതാണ് ഞങ്ങളുടെ ജെമി ടീച്ചർ, ഞങ്ങളുടെ സ്വന്തം എന്താ പറയുക കൊമേഴ്സ് ടീച്ചർ, ഞങ്ങളുടെ വൈബ് ടീച്ചറാണ്. ഷൈന ടീച്ചർ സയൻസിലെ ടീച്ചറാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ റെഡ് ചുരിദാർ ഇട്ട് വരുന്ന എൻ്റെ സ്വന്തം ഹിന്ദി ടീച്ചർ ബിന്ദു ടീച്ചർ, ശ്വേത ടീച്ചർ എക്കണോമിക്സ് ടീച്ചർ. പിന്നെ ഇതാണ് ബോട്ടണി ടീച്ചറും റിട്ടയർഡ് ആയി, എന്നാൽ നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രോഗ്രാമും ടീച്ചർ വരും കേട്ടോ, മേരി ടീച്ചർ. അപ്പം നമ്മുടെ ടീച്ചേഴ്സും സാറുമാരും എല്ലാം വന്ന് ഇരുന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഒരുങ്ങി സുന്ദരി കുട്ടികളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളെപ്പോഴും ഞങ്ങൾ ടീച്ചേഴ്സിനോട് പറയും, എന്താ പറയുക, ഞങ്ങളൊക്കെ കാണുമ്പോൾ വലിയ പ്രായമായെന്ന് തോന്നുന്നു, ഞങ്ങൾ ടീച്ചേഴ്സിനെ കണ്ടാൽ എപ്പോഴും അവർ സുന്ദരികളും സുന്ദരന്മാരുമാണ്. എന്താ പറയുക, ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സ്നേഹമുള്ള നല്ല അധ്യാപകരായിരുന്നു ഞങ്ങളുടെ. അന്നും ഇന്നും എപ്പോഴും അവർക്ക് ആ സ്നേഹമുണ്ട്. അപ്പം രാധിക ചേച്ചി ഹാഷിനൊക്കെ ഒരു ഹായ് ഒക്കെ പറയുകയാണ്. അങ്ങ് ഇരിക്കുന്ന അനുചേട്ടനാണ് കേട്ടോ. ഇനിയും കുറച്ച് പേരെയും കൊണ്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കാറുണ്ട്. ഓരോരുത്തർ വീഡിയോ വരുന്ന വഴിക്ക് ഞാൻ കാണിക്കാമേ. അപ്പം ഫസ്റ്റ് ഇത് സാംസാറാണ്, നമ്മുടെ മലയാളം
പഠിപ്പിക്കുന്ന സാറാണ് കേട്ടോ. പുള്ളിയാണ് ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിന് സംസാരിച്ച് തുടങ്ങിയത്. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, പിന്നെ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് നമ്മൾ അധ്യക്ഷനാണ് കുറച്ച് സംസാരിച്ച്. അധ്യക്ഷനായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ സുനിൽ സാറായിരുന്നു കേട്ടോ അധ്യക്ഷൻ. അദ്ദേഹം അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാവ മനുഷ്യനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് സാറിനെ. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തോമസ് കുട്ടി എന്നാണ് ഫാദറിൻ്റെ പേര്. അപ്പോൾ അച്ഛനാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം സാംജി അച്ഛൻ, അദ്ദേഹം നമ്മുടെ അസോസിയേഷൻ്റെ അഡ്വൈസറാണ്, ലീഗൽ അഡ്വൈസറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതൊരു ക്രിസ്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് തന്നെ നല്ല മാനേജ്മെൻറ്റ്, നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യണം. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ ഒരു മൊമെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു സെറ്റപ്പിലായിരിക്കും അങ്ങറ്റത്തിരിക്കുന്നതാണ് കേട്ടോ ശ്രീരാജേട്ടൻ. നമ്മുടെ അലുമിനി അസോസിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ഫോട്ടോ വർക്കുകളെല്ലാം ചെയ്യുന്നത് ചേട്ടനാണ് കേട്ടോ. ചേട്ടന് സ്വന്തമായിട്ട് ഇതിൻ്റെയൊക്കെ പരിപാടികളാണ്. പിന്നെ നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നമ്മുടെ ചുള്ളനായിട്ടുള്ള സ്റ്റീഫൻ ചേട്ടനാണ്. പുള്ളിയാണ് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ചും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാനിതിൽ വോയിസ് ഇടാത്തതിൻ്റെ കാര്യം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, സ്പീക്കറും മൈക്കും പിന്നെ അവിടുത്തെ ബഹളം എല്ലാം കൂടെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ തനീഷേട്ടനായിരുന്നു സെക്രട്ടറി. പുള്ളിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. എന്താ പറയുക, നമ്മുടെ അലൂമിനി മീറ്റിന് അത്രയും വ്യക്തികളുടെ മുമ്പിൽ വെച്ച് പുള്ളിയുടെ ഒരു ഫീലിങ്സ് കാരണം കണ്ണു വരുന്നറിഞ്ഞു. കാരണം അത്രയ്ക്ക് സ്കൂളിനോടും ടീച്ചേഴ്സിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനുശേഷം നമ്മുടെ എന്താ പറയുക ട്രസ്റ്റി, പുള്ളിയാണ് നമ്മുടെ അസോസിയേഷൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നല്ല ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യിപ്പിച്ചു. അതാണ് എല്ലാവരും ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് സംസാരിക്കുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിനീഷേട്ടൻ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. എന്താ പറഞ്ഞത്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പുള്ളി നമ്മുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ എഴുത്തുകാരിയാണ്, ഒരു ബ്ലിങ്കസ്യ കഥ എന്ന് പറഞ്ഞൊരു പുസ്തകം പുള്ളിക്കാരി എഴുതിയിട്ടുണ്ട്. ചേച്ചിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ചെയ്യാനും, ഞാൻ സംസാരിച്ച വീഡിയോ മാത്രം ആരും എടുത്തില്ല കൈസ്, അതെനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സാരമില്ല. അപ്പം ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കുന്ന തിരക്കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. ടീച്ചേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ ദിവസം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര സന്തോഷം. നല്ല അടിപൊളി അപ്പവും ഫിഷ് മോളി, നല്ലൊരു കട്ട്ലറ്റും അടിപൊളി ഒരു കോഫി ആയിരുന്നു കേട്ടോ. സൂപ്പറായിട്ടുള്ള ഫുഡായിരുന്നു. എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് കൊണ്ട് അവരുടെ സ്നേഹവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു ഫുഡ്. അതിനുശേഷം നമ്മുടെ ഹാഷ്നമോട് സംസാരിച്ചു, ജയകൃഷ്ണൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ വിധുചേട്ടൻ സംസാരിച്ചു. എല്ലാവർക്കും എന്താ പറയുക സന്തോഷം, ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായിട്ട് എല്ലാവരും പറയുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം ചെറിയൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ കൂടിയത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറയുക, ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. നമ്മൾ ടീച്ചേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ചില്ല് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ നമുക്ക്. പിന്നെ നമ്മുടെ ശ്വേത ടീച്ചർ എക്കണോമിക്സ് ടീച്ചറാണ് കേട്ടോ, ഞങ്ങളുടെയൊക്കെ ചക്കര ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി. അതിനുശേഷമാണെങ്കിൽ ഞങ്ങൾ പിന്നെയും തിരിച്ച് റൂമിൽ സെമിനാർ ഹാളിൽ വന്നിരുന്നു. ഇനി ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മുടെ പ്രോഗ്രാം, അതായത് നമ്മുടെ അലൂമിനി മീറ്റ് ഞാൻ പറഞ്ഞു ഡിസംബർ 27 നടത്തിയത്. ആ സമയത്ത് നമ്മൾ ടീച്ചേഴ്സിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും റിട്ടയർഡ് ആയി പോയവരൊക്കെ നമ്മൾ ആദരിക്കുകയും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഈ ഇരിക്കുന്ന നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ആണ് ബിൽച്ചൻ. അദ്ദേഹത്തിനാണെങ്കിൽ നമ്മളിത് കൊടുത്തില്ല, അദ്ദേഹം ഒന്ന് ലീവ് വന്നിട്ടില്ലായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനുള്ള മൊമെൻറ്റോയും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് ഈ സമയത്ത്. അതിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്തു. കാരണം അന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം കൊടുത്തത് കേട്ടോ. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളവരായിട്ട് അവരവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അൻവർ ചേട്ടൻ. അൻവർ ചേട്ടനാണെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷേ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു സൗണ്ട്. അപ്പോൾ അദ്ദേഹം ഇരുന്നതിന് ശേഷം അടുത്തായിട്ട് നമ്മുടെ ശ്രീരാജേട്ടനാണ് കേട്ടോ എഴുന്നേറ്റ്. പുള്ളി ഒരു ട്രോളിങ് ടൈപ്പാണ് കേട്ടോ. കണ്ണി കാണുന്ന എല്ലാവരും ഇട്ട് ട്രോളും. അതിനിപ്പോൾ ടീച്ചറാണെന്നോ കൂടെ പഠിച്ച ആളാണെന്നോ ഒന്നൊന്നും ചേട്ടൻ നോക്കത്തില്ല. ചേട്ടൻ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ട്രോളും. ഞങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നന്നായിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങളുടെ ടീച്ചർ അവസാനം നന്ദിയൊക്കെ പറഞ്ഞു. ഞങ്ങളപ്പം പിരിയാണ്. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സിലൊന്നായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്ത് ഞാൻ ഷെയർ ചെയ്തത്. നമ്മുടെ ഫോണിൻ്റെ ഗാലറി കിടക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഇത് യൂട്യൂബിൽ കിടക്കുന്നത്. സേഫാണ് അവിടെ. ചിലർക്കെങ്കിലും ഇങ്ങനൊരു ഇൻസ്പിറേഷൻ ഇത് കാരണം ഉണ്ടാവട്ടെ അല്ലേ, നമ്മൾ ടീച്ചേഴ്സിനെ കാണാനും ഫ്രണ്ട്സിനെ കാണാനും ഇതുപോലെ ടീച്ചേഴ്സിൻ്റെ എന്താ പറയുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഈ ഒരു വീഡിയോ ഒരു മെമ്മറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് We've been waiting for so